ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. നല്ല മഴയുള്ള സമയത്ത് ചൂട് പഴംപൊരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അങ്ങനെ പഴംപൊരി ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് സാധാരണ പഴംപൊരിയിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഒരു കോയിൻ പഴംപൊരിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കോയിൻ പോലെ റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള കോട്ടിംഗ് ആണ്. നമ്മൾ റവ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാനിവിടെ പറയണത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ റവ, 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള്. അത് വേണമെങ്കിൽ എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വേണമെങ്കിൽ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പഴമൊക്കെ തൊലി കളഞ്ഞ് മുറിച്ച് വയ്ക്കാം. പഴം അരിയുമ്പോൾ സാധാരണ പഴംപൊരിക്കുള്ള പോലെയല്ല, ഇത് നമ്മൾ വട്ടത്തിലാണ് അരിയണത്. ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് വട്ടത്തിലെ എല്ലാ പഴവും മുറിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 4 പഴവും വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കാനുള്ള ബാറ്റർ മിക്സ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടി, മൈദ, റവ, മഞ്ഞൾപ്പൊടി, എള്ള്, പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരു 1/2 ടീസ്പൂൺ വരെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്ററിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ച് വെള്ളം ആവശ്യത്തിന് മിക്സ് ചെയ്താൽ മതി. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസായിട്ടിരിക്കാനും പാടില്ല. ഗോതമ്പ് പൊടിയുടെയും മൈദയുടെയും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവത്തിലിരിക്കണം ബാറ്റർ. ഇനി നമുക്ക് പാൻ സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച പഴത്തിൻ്റെ പീസസ് ഒക്കെ കുറച്ചെടുത്ത് ഈ ബാറ്ററിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ശരിക്കും മുക്കി വറുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് സാധാരണ പഴംപൊരിയൊക്കെ വറുത്ത് കോരുന്നത് പോലെ തന്നെ ഇത് വറുത്ത് കോരാം. എണ്ണ ഓവറായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോ സൈഡും മുരിയുന്ന അനുസരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്ക് ഇത് 2 സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റാം. ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പഴം മുറിച്ചത് എല്ലാ പീസും നമുക്കിങ്ങനെ വറുത്ത് കോരാം. ഇപ്പോൾ നമ്മളുടെ കോയിൻ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ കോട്ടിംഗ് ഒക്കെ നല്ല ക്രിസ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ മുഴുവൻ മൈദയിലല്ല ചെയ്തിരിക്കുന്നത്, പകുതി ഗോതമ്പ് പൊടിയും മൈദയായിട്ട് രണ്ടും കൂടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.